ഹായ്, ഇന്ന് ആഹാ തമിഴ് എടുത്ത് ചുമ്മാ പരിശോധിച്ചപ്പോഴത്തേക്കും രാവിലെ ഒരു സിനിമ അവിടെ അപ്ലോഡായി കണ്ടു. സിനിമയുടെ പേരെന്നുള്ളത് വൈറ്റ് റോസ് എന്നുള്ളതാണ്. ചിത്രത്തിൻ്റെ പോസ്റ്ററൊക്കെ അവിടെ കണ്ടപ്പോൾ തന്നെ കുറച്ച് ഇമ്പ്രസ് ആയിട്ട് തോന്നി. അതുകൊണ്ട് തന്നെ ചിത്രത്തെ പറ്റി ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഇഷ്ട ജോണറായിട്ടുള്ള ക്രൈം ത്രില്ലർ ജോണറുമാണ്. അതുപോലെ തന്നെ സിനിമയുടെ കഥ പറയുന്ന ഒരു സൈക്കോ കില്ലറെ പറ്റിയാണ്. സോ നിങ്ങൾക്ക് അറിയാലോ, നമുക്ക് ഈ സൈക്കോ കില്ലർ, ക്രൈം ത്രില്ലർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇഷ്ടമുള്ള കേസാണ്. സോ ഒന്നും നോക്കിയില്ല, ആഹാ തമിഴിലിരുന്ന് സിനിമ കണ്ടു തീർത്തു. ഈ ഒരു സിനിമയെ പറ്റിയാണ് ഇന്ന് പറയുന്നത്. സിനിമയുടെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈക്കോ കില്ലർ, ആ ഒരു കില്ലറുടെ കയ്യിലാകപ്പെടുന്ന നായിക, ഇതാണ് ഒരു ബേസിക് തീം എന്നുള്ളത്. സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശോകപ്പടമാണ്. കാരണം നിങ്ങളപ്പോഴത്തേക്ക് ആദ്യം തന്നെ മനസ്സ് വരും, ശോകമാണെങ്കിൽ എന്തിനാണ് ഇത് റിവ്യൂ ചെയ്യുന്നതെന്ന്. അത് എൻ്റെയോ സമയം പോയി, നിങ്ങളുടെയെങ്കിലും പോകാതിരിക്കട്ടെ എന്ന് ഓർത്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സിനിമയുടെ കഥയാകട്ടെ ഡയറക്ഷൻ ആകട്ടെ വളരെ വീക്കായിട്ട് നിൽക്കുന്ന ഒരു സിനിമ എന്ന് പറയാൻ സാധിക്കും. അത് ഒരു സിനിമയ്ക്കുള്ളിൽ എങ്ങനെ കഥ കൊടുക്കരുത്, എങ്ങനെ ഡയറക്റ്റ് ചെയ്യരുത് എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയാൻ സാധിക്കും വൈറ്റ് റോസ് എന്നുള്ളത്. എന്താണെന്ന് കണ്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. പിന്നെ ആകെ കൂടി ഈ ഒരു സിനിമയ്ക്കുള്ളിൽ ആനന്ദിയാണ് നായികയായിട്ട് എത്തുന്നത്. പുള്ളിക്കാരത്തിയുടെ പെർഫോമൻസ് അത്യാവശ്യം നീറ്റായിട്ട് നിൽക്കുന്നു എന്നതിലപ്പുറത്തേക്ക് ഈ സിനിമയ്ക്കുള്ളിൽ യാതൊന്നുമില്ല എന്നുള്ളതാണ് വസ്തുത. സോ നിങ്ങൾക്ക് കാണണോ വേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിക്കുക. കൂടുതലായിട്ടൊന്നും പറയാനും താല്പര്യപ്പെടുന്നില്ല, കാരണം ഈ റിവ്യൂവിന് പോലും വലിയ ലെങ്ത് വരില്ലെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. കാരണം അങ്ങനെ ആ റിവ്യൂവിൻ്റെ ലെങ്ത് കൊണ്ട് പോലും നിങ്ങളുടെ ടൈം പോകണ്ട. എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് ഒരു 3 out of 10 ആണ് നൽകുന്നത്, 10 ൽ 3. നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം. ബൈ.